യോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ ബ്രാൻഡ് ന്യൂ വീഡിയോ. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് ഇന്ന് ലണ്ടൻ സെഷനിൽ എടുത്തിട്ടുണ്ടായിരുന്ന GBP/USD ഒരു സിൽവർ ബുള്ളറ്റ് എൻട്രി ആണ്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ഫസ്റ്റ് 4 hour ടൈം ഫ്രെയിം ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ 4 hour ടൈം ഫ്രെയിമിൽ നമ്മൾ കറക്റ്റായിട്ട് ഒരു 4 hour FVGയിലായിരുന്നു ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, നമ്മൾ ഓൾ ഓവർ മാർക്കറ്റ് ബുള്ളിഷാണ്, നമ്മൾ കാണാൻ പറ്റും. പ്രീവിയസ്ലി മാർക്കറ്റ് ഇവിടെ കാണാൻ പറ്റും, ലിക്വിഡിറ്റി ഗ്രാബ് നമുക്ക് സ്ട്രക്ചർ ബ്രേക്ക് കിട്ടിയ സമയത്ത് ഫോം ചെയ്തിട്ടുള്ള ഒരു 4 hour FVG. ഓക്കെ, ആ FVGയിലായിരുന്നു മാർക്കറ്റ് ആ ഒരു സമയത്ത് ഉണ്ടായിരുന്നത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടൈമിൽ എന്താണ് അവിടെ നിന്നുള്ളത് ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം, 15 minute ടൈം ഫ്രെയിം ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു സെഷൻ്റെ ടൈം ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് മാർക്ക് ചെയ്തിടാം. ഓക്കെ, 12:30 to 1:30. ഓക്കെ, സോ ഒരു ടൈം വിൻഡോയിലായിരുന്നു നമ്മൾ ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഓക്കെ, സോ നമ്മളിവിടെ കാണാൻ പറ്റും ഏഷ്യൻ്റെ ഒരു ഏഷ്യൻ സെഷൻ്റെ ഹൈ മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ പ്രീവിയസ് ഡേൻ്റെ ഹൈയും മാർക്കറ്റ് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇവിടെ ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നമ്മളിവിടെ കാണാൻ പറ്റും അതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു FVG മാർക്കറ്റ് എന്ത് ചെയ്തു, ടാപ്പ് ചെയ്തു. ആ ടാപ്പ് ചെയ്ത സമയത്ത് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് 5 minute ഒരു സിൽവർ ബുള്ളറ്റ് സെറ്റപ്പ് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ നമ്മളിവിടെ കാണാൻ പറ്റും മാർക്കറ്റ് ഇവിടെ വരെ മാർക്കറ്റ് മൂവ് ചെയ്തുകൊണ്ടിരുന്നായിരുന്നു, അപ് ട്രെൻഡിലായിരുന്നു. സോ നമ്മൾ കാണാൻ പറ്റും മാർക്കറ്റ് ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ. ഓക്കെ, സോ ഇതുവരെ മാർക്കറ്റ് എന്തായിരുന്നു, അപ് ട്രെൻഡിലായിരുന്നു. സോ നമ്മൾ എന്ത് ചെയ്തു, 5 minute മൊമെന്റം ഷിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തത്, വെയിറ്റ് ചെയ്തത്. സോ മാർക്കറ്റ് എന്ത് ചെയ്തു, ഈ ഒരു ഹൈ എടുത്തതിന് ശേഷം മാർക്കറ്റ് നമുക്കിവിടെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തു, മൊമെന്റം ഷിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഒരു MS തന്ന സമയത്ത് നമുക്കിവിടെ കാണാൻ പറ്റും മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു ക്ലീൻ ആയിട്ടുള്ള FVG 5 minute മാർക്കറ്റ് എന്ത് ചെയ്തു, ഇവിടെ ലെഫ്റ്റ് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. സോ ഒബ്വിയസ്ലി മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു ടൈമിൽ മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു സോൺ ടാപ്പ് ചെയ്ത് നമുക്ക് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് റീപ്ലേ ചെയ്തിട്ട് നോക്കാം. ഓക്കെ, സോ ഈ ഒരു എൻട്രി വരാനുള്ള കാരണം മനസ്സിലായല്ലോ, 4 hour സോണിലായിരുന്നു, സപ്ലൈ സോണിലായിരുന്നു. സോ നമ്മൾ ഒബ്വിയസ്ലി എക്സ്പെക്ട് ചെയ്യുന്നത് പ്രൈസിന്റെ ഒരു റിവേഴ്സലായിരുന്നു. സോ നമ്മൾ അതിനനുസരിച്ചുള്ള ഒരു കൺഫർമേഷൻ ആണ് എന്ത് ചെയ്തത്, ഇവിടെ നോക്കിയിട്ടുണ്ടായിരുന്നത്. സോ നമ്മളിവിടെ കാണാൻ പറ്റും പ്രൈസ് ഹയർ ഹൈ, ഹയർ ലോ, ഹയർ ഹൈ, ഇതുവരെ അപ് ട്രെൻഡ് ആയിരുന്നു. മാർക്കറ്റ് എന്ത് ചെയ്തു, കറക്റ്റ് MS തന്നു. സോ MS തന്ന സമയം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടൈമാണ്. സോ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, 12:30 to 1:30 ആ ഒരു ടൈം എന്ത് ചെയ്തു, ഇവിടെ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, മാർക്ക് ചെയ്ത് വെച്ചു. അതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു, ആ ഒരു MS തരാൻ വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തു. സോ MS തന്ന സമയത്ത് ഫോം ചെയ്തിട്ടുണ്ടായിരുന്ന ആ ഒരു FVG എന്ത് ചെയ്തു, നമ്മളിവിടെ മാർക്ക് ചെയ്തു. ആ ഒരു FVGയിലേക്ക് റിട്ടേൺ വന്ന സമയത്ത് എന്ത് ചെയ്തു, നമ്മളവിടെ ഷോർട്ട് ചെയ്തു. ഓക്കെ, സോ ഇതായിരുന്നു എൻട്രി. ഇതിന്റെ മേളിലായിരുന്നു, ഈ ഒരു ഹൈൻ്റെ മേളിൽ നമുക്ക് സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യാം. സോ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നത് ഒബ്വിയസ്ലി 1:2 നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു ലെവൽ വരെ നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. ഒബ്വിയസ്ലി പ്രൈസ് ഇവിടെ ഒരുപാട് ലിക്വിഡിറ്റീസ് ഉണ്ട്. ഓക്കെ, സോ നമ്മൾ കാണാൻ പറ്റും ഒരു റിലേറ്റീവ്ലി ഈക്വൽ ലോസ് ഇവിടെ കാണാൻ പറ്റും ഒരുപാട്. സോ നമുക്ക് ഇത് അൾട്ടിമേറ്റ്ലി ഈ ലോ വരെ നമുക്ക് എന്ത് ചെയ്യാം, ടാർഗറ്റ് ചെയ്യാം. പക്ഷെ നമ്മൾ സിൽവർ ബുള്ളറ്റിന് എപ്പോഴും 1.5 അല്ലെന്നുണ്ടെങ്കിൽ 2R, 1:1.5 അല്ലെങ്കിൽ 1:2R, അതാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, സ്റ്റിക്ക് ഓൺ ചെയ്യാറുള്ളത്. ഓക്കെ, സോ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെയാണ് അതുകൊണ്ട് റിയാക്ട് ചെയ്തെന്ന് ജസ്റ്റ് നോക്കാം. പ്രൈസ് എന്ത് ചെയ്തു, ഫസ്റ്റ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്തു, അവിടെ ഒരു ലിക്വിഡിറ്റി ഇൻഡ്യൂസ്മെന്റ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. അവിടെ കണ്ടില്ലേ, സോൺ വരുന്നതിന് മുന്നേ മാർക്കറ്റ് എന്ത് ചെയ്തു, ഒരു ലിക്വിഡിറ്റിയും കൂടി അവിടെ ജനറേറ്റ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്തു, മാർക്കറ്റ് ആ ലിക്വിഡിറ്റി ടാപ്പ് ചെയ്തു. സോൺ ടാപ്പ് ചെയ്തതിനു ശേഷം ക്ലിയർ ആയിട്ട് എന്ത് ചെയ്തു, താഴോട്ടേക്ക് പുഷ് ചെയ്ത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രേഡ് ആയിരുന്നു. സോ നിങ്ങൾ സിൽവർ ബുള്ളറ്റിന്റെ ആ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഇത്തരത്തിലുള്ള എൻട്രീസ് കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്ത ഈ ഒരു ട്രേഡ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. സോ നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനും അതുപോലെ കൂടുതൽ കാര്യങ്ങൾ അറിയാനും താല്പര്യമുള്ളവർ എന്ത് ചെയ്യാം, വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിലുള്ള ആ ഒരു ഫോം ഫില്ലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടീം നിങ്ങളെ ഡയറക്റ്റ്ലി കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ എല്ലാവരും സേഫ് ആയിട്ട് ട്രേഡ് ചെയ്യാം. വിഷ് യു ഓൾ ദ ബെസ്റ്റ്.